അവസാനത്തെ വെർഷൻ വരെ അതിൻ്റെ കൂടെ സഞ്ചരിച്ചവരാണ്. അഭിനേതാവെന്നുള്ള നിലയിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അതിലേക്ക് ഇന്നാവുകയും ഡബിങ്ങോടുകൂടി ഇനി നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രേക്ഷകനായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ സിനിമയെ പറ്റി എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് ഡിജോയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് ടുബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ വളരെയധികം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. ഒന്നാമത് ഇതൊരു വലിയ സിനിമയാണ്, ധാരാളം ആക്ടേഴ്സുള്ള, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ധാരാളമായിട്ടുള്ള ഒരു നാടിൻ്റെ കഥ പറയുന്ന സിനിമയാണ്. അപ്പോൾ അതിനെ കാലാവസ്ഥ വളരെ പ്രതികൂലമായി ബാധിച്ചു. ദിവസങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഷൂട്ടുകൾ തീരാതെ പോയി. ആ സമയത്തൊക്കെ അതിൻ്റെ യാതൊരുവിധ പ്രഷറും ടെൻഷനും കാണിക്കാതെ കൂടെ നിന്ന ഒരു നിർമ്മാതാവ് നമുക്കുണ്ടായിരുന്നു. അതാണ് നൗഫൽ. ഒരു നിർമ്മാതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് നൗഫലിൻ്റെ പേര് പറയാം. അതുപോലെ തന്നെ ദിവസവും പ്ലാനുകൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് പ്ലാൻ എയുമായി ലൊക്കേഷനിൽ തെളിഞ്ഞ കാലാവസ്ഥയിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്തുമ്പോൾ മഴ തുടങ്ങും, അപ്പോൾ പ്ലാൻ ബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നീട് മഴ മാറും, അപ്പോൾ പ്ലാൻ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ പല വിധത്തിലുള്ള പ്ലാൻ ഷിഫ്റ്റുകൾ നടത്തി ഈ സിനിമ പൂർത്തീകരിച്ച ഡിജോ ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ നമ്മൾ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ആദ്യമേ നമ്മളുടെ അടുക്കലേക്ക് എത്തുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ആ പാട്ട് തന്നെ സൂപ്പർ ഹിറ്റാക്കിയ ജെയ്ക്സും ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ചരിത്രത്തിൻ്റെ നാൾവഴികളിലൂടെ നടന്നുപോയ ഒരു നായകൻ്റെ കഥ പ്രേക്ഷകരിലേക്ക് തൂലികയിലൂടെ എത്തിച്ച സുരേഷ് ഏട്ടനും ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും മാത്രം നോക്കി കാണാൻ പറ്റുന്ന ഒരു സംഘം ആൾക്കാരോടൊപ്പമാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ കഥയിൽ ഒരു വീരൻ്റെ, ഞാനിപ്പം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അയാൾ ഒരു വീരനായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മുത്തശ്ശി കഥകളിലൂടെ കേൾക്കുന്ന കഥകളിലെ നായകന്മാരെ പറ്റി ഉണ്ടാകുന്ന നമുക്കൊരു സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പത്തിലേക്ക് സിനിമയിലെ ഒരു നായകൻ വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വളരെ വലിയൊരു എഫേർട്ട് അതിൻ്റെ പിന്നിലുണ്ട്. ആ എഫേർട്ട് വളരെ നിഷ്പ്രയാസം ആ